വിഷ്ണുട്ട അടുത്ത് വരരുത്. എന്താ അടുത്ത? വേണ്ട വിഷ്ണുട്ട, വേണ്ട. അയ്യോ, പുറത്ത് നിൽക്കാം വിഷ്ണുട്ട, വേണ്ട. ഇപ്പൊ മനസ്സിലായ എന്താണെന്ന്? കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. തെന്നൽ നിലാവിന്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. ഇയാളിപ്പോ ഈ കൈ വെച്ചിട്ടില്ലേ, അതിനുള്ളിൽ ഒരു ഹൃദയമുണ്ട്. അതിന്റെ സ്പന്ദനം എന്താന്ന് കേൾക്കുന്നുണ്ടോ? എന്താ? തെന്നൽ നിലാവിന്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം. ഇനി മുതൽ 2 മുറികളിൽ ഉറങ്ങേണ്ടവരല്ല നമ്മള്. സുസ്മിതയുടെ കല്യാണം, പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ്, അങ്ങനെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയില്ലേ? അത് വിഷ്ണുട്ട, അതിന് മുഹൂർത്തം നോക്കണം. അതിനി എപ്പോഴാ? പ്രീതിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് ജോത്സ്യം വരുന്നില്ലേ, അപ്പോ നമുക്കിതിന് മുഹൂർത്തം നോക്കാം. പ്ലീസ്, ഇത്രയും നാള് കാത്തിരുന്നല്ലേ, അപ്പോ ഒരു രാത്രി കൂടി കാത്തിരുന്നൂടെ പ്ലീസ്? എന്നാലൊരു വേണ്ട, നോക്ക്, ഇപ്പൊ മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങും. അതെ, ഒന്ന് പറയട്ടെ, നിക്കവിടെ. എന്നാലൊരു വേണ്ട, പാവ കരയുന്നു. അതെ, ഇന്നത്തെ ഈ ഒറ്റ രാത്രി കൂടി ഒന്ന് കാത്തിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു രാത്രിയും കൂടി വെയിറ്റ് ചെയ്യാം. എന്റെ ദേവി, പ്രീതിയുടെ കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും കൊടുക്കണേ. ഒരുപാട് കണ്ണീര് കുടിച്ചതാ അതിന്റെ അമ്മ. ആ അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കുന്നവളാവണേ ആ കുഞ്ഞ്. തിരുമേനി. ശാരദാമ്മയോ, ഇന്നലെ അമ്പലത്തിലേക്ക് കണ്ടില്ലല്ലോ എന്ന് ഞാൻ കീഴ്ശാന്തിയോട് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഒരു വിശേഷം ഉണ്ടായി തിരുമേനി. സത്യാമ്മയുടെ മോള് പ്രീതി പ്രസവിച്ചു. ആഹാ, വലിയ വിശേഷമാണല്ലോ. അപ്പോ രാമായണ പൂജക്കിടെ ഞാൻ പറഞ്ഞൊന്നും പൊളിയായില്ല. പ്രീതിക്ക് വിശേഷം ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു തിരുമേനി. പക്ഷെ സത്യാമ്മയുടെ അത് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓ, അതുകൊണ്ടാ അന്ന് വിഷ്ണുവിന് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ചെറിയ കള്ളമൊക്കെ പറയാം. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടെന്നൊരു കള്ളം
ധർമ്മദേവന്റെ പുത്രനായ യുധിഷ്ഠിരനും പറയേണ്ടി വന്നല്ലോ. കൊല്ലപ്പെട്ടത് അശ്വത്ഥാമാവ് എന്ന ആനയാണെന്ന് മാത്രം. അമ്മയും കുഞ്ഞു സുഖമായിരിക്കുന്നല്ലോ. സുഖായിരിക്കുന്നു തിരുമേനി. ആ, കുഞ്ഞിന്റെ ജന്മനക്ഷത്രത്തിൽ ഒരു പൂജ കഴിപ്പിച്ചു. കുഞ്ഞ് ആണോ പെണ്ണോ ശാരദാമ്മേ? അയ്യോ, തങ്കം പോലൊരു പെൺകുഞ്ഞാ തിരുമേനി. ആ, ഇന്നലെ എന്ന് പറയുമ്പോ ബുധനാഴ്ച. അതെ, നക്ഷത്രം പൂയോ അല്ലേ തിരുമേനി? അതെ. ഇക്കൂട്ടത്തിൽ ഒരു ദമ്പതികൾക്ക് വിരഹദുഃഖം വിധിച്ചിട്ടുണ്ട്. ഭാര്യ മരണത്തിന്റെ വക്കുവരെ എത്തും. തിരുമേനി, ആ, ആള് ആര്? ഗോപാലകൃഷ്ണനോ? രാമായണ മാസം കഴിഞ്ഞപ്പോ ഇവിടം വിട്ടു. രാജേശ്വരിയുടെ വീട്ടിലെത്തിയിട്ടില്ലെന്നാ കേട്ടത്. പിന്നെ എങ്ങോട്ടാ പോയതെന്ന്? അങ്ങനെ പറയാൻ തക്ക ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ആരുമായിട്ടും. ഇവിടെ കഴിയുമ്പോ പഴയ ഗോപാലകൃഷ്ണനാണെന്ന് പറയില്ല. പരിചയക്കാരോട് പോലും ചിരിക്കില്ല. എന്തെങ്കിലും വിശേഷം ചോദിക്കാൻ ചെന്നാൽ തന്നെ ഒഴിഞ്ഞു മാറും. താൻ പഴയ ആളല്ല എന്നൊരു മട്ട്. എവിടെ നിന്നോ വന്നു എങ്ങോട്ടോ പോകുന്നത് പോലെ. ചില നേരത്ത് എനിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട്, അത് ഗോപാലകൃഷ്ണൻ തന്നെയാണോ എന്ന്. ഈ ലോകത്ത് ഒരു വസ്തുക്കളോടും മമതയില്ലാത്തതുപോലെ. ചില രാത്രികളിൽ നടയടച്ചു കഴിഞ്ഞാലും ശ്രീകോവിലിന് മുന്നിൽ മണിക്കൂറുകളോളം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ചുണ്ടോ മുഖത്തെ പേശികളോ ഒന്നും അനങ്ങില്ല. ജീവനുണ്ടെന്നതിന് മാത്രം തെളിവായി കണ്ണിലൂടെ ധാരയായി ഒഴുകുന്ന കണ്ണീർ മാത്രം. പാവം, എവിടേക്കാണോ എന്തോ പോയത്. നടപ്പന്തല്ല മഞ്ഞത്ത് കിടന്നുകൊണ്ടാവും നല്ല ചുമയും ഉണ്ടായിരുന്നു ആൾക്ക്. ഉത്തരകാണ്ഡം വായിച്ചു മുഴിപ്പിക്കാൻ നന്നേ വിഷമിച്ചു. വേണമെന്ന് വെച്ചാൽ ഒരു അന്വേഷണം നടത്തി നോക്കാം. ആളുടെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ഏതെങ്കിലും അമ്പലത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. പഴയ കർമ്മബന്ധങ്ങൾ പിന്നാലെ വന്ന് പിടിച്ചു വലിക്കണ്ടെന്ന് കരുതിയാകും ഈ സ്ഥലം ഉപേക്ഷിച്ചു പോയത്. പരിചയമുള്ള പൂജാരിമാരുടെ അടുത്തൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വേണ്ട തിരുമേനി, ഐഹിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്ന ആള് സന്യാസി. മടക്കി വിളിക്കുന്നത് മഹാപാപമല്ലേ? മറക്കാൻ ശ്രമിച്ചിട്ടും ഓർമ്മയാണല്ലോ മറ്റു പലരുടെ ശാപം. ശരി തിരുമേനി. അല്ല, അമ്മ ഇതുവരെ വിശേഷം എന്താന്ന് പറഞ്ഞില്ലല്ലോ. വിശേഷം എന്താന്ന് അറിഞ്ഞാലേ നീ വരൂ. അങ്ങനെയൊന്നുമില്ല. എന്നാ വാ. അമ്മേ, നീ ശാരദാമ്മ. ചിത്രേ, അമ്പലമാകുമ്പോ അങ്ങനെ പലരും വരും പോകും. നീ വരുന്നുണ്ടോ? വസുമതി, പ്രീതി പ്രസവിച്ചു. പെൺകുഞ്ഞാ. ചിത്രേ, നമ്മുടെ വീട്ടിലെ പട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞേക്ക്. കുഞ്ഞാണോ പെണ്ണോ എന്ന് നോക്കിയിട്ടില്ല. വാടി. വസുമതി, തിരുമേനി, ആ, ഒരു ജന്മനക്ഷത്ര പൂജ ചെയ്യണം. ഏതാ നക്ഷത്രം? പൂയം. പേര്? പേരിട്ടിട്ടില്ല. പെൺകുട്ടിയാ. ഓ, ബഹുകൃത വേഷം. എന്റെ ദേവി,
ഹേമലത കാരണം എന്റെ കൊച്ചുമകളെ ഒരു നോക്ക് കാണാൻ പോലും വിധിയില്ലല്ലോ. പൊന്നു മോളെ, നീ എന്നോട് ക്ഷമിച്ചേക്കണേ. ദേവി ഉണ്ടാവും നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും കാവലായി. തുണച്ചേക്കണേ ദേവി. നിനക്കൊന്നും അറിയില്ല സുസ്മിത ആരാന്ന്. UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മോള. എവിടെ? UK. കൂടുതൽ കളിച്ചാൽ ഞാൻ UK പറക്കും. അതെ രോഹിത്തെ, എന്റെ ശരീരത്ത് തൊട്ടാ നീ വിവരം അറിയും കേട്ടോ. എഴുന്നേൽക്കാൻ. UK വിസ വന്നോ? വന്നു, പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ കസാര ഇട്ട് കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞേക്കുവാ. ഓ, നീയാണോ? ഇന്നത്തെ ദിവസം പോയി കിട്ടി. പോയി ബെഡ് കോഫി ഉണ്ടോ അപ്പോ? ആ, അത് പറയാനാ വിളിച്ചത്. ആൾക്കാർ വരാനുള്ളതാ. കിച്ചണിൽ എനിക്കൊരു കൈസഹായം വേണം. എന്തിനാ കരയുന്നത്? അറിയില്ല അച്ചൂടാ, അമ്മയുടെ പൊന്നുമോള് കരയല്ലേ. ഓ നാശം, ഈ അസത്തിന്റെ കരച്ചിൽ കാരണം ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. നേരം പരപര വെളുക്കുന്നതിന് മുമ്പേ പിന്നെയും തുടങ്ങി കീറാൻ. അതിനിടയില അടുക്കളയിലെ കൈസഹായം. ഒന്ന് പൊടി. ദേ, സത്യാമ്മ അങ്ങനെ കേട്ടാലുണ്ടല്ലോ, നിന്നെ വെട്ടിക്കീറി അടുപ്പിൽ വെക്കും. ഓ, കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. കരയില്ലടാ. അയ്യോ ചക്കര കരയില്ലേ? കരയില്ലടാ. കരച്ചിലോട് കരച്ചില. വയ്യാക വല്ലതും ഉണ്ടോ മോളെ? എന്തു പറ്റി? എന്താന്നറിയില്ല അമ്മ, ഇന്നലെ രാത്രി ഇടയ്ക്കിടെ ഉണർന്ന് കരയുന്നുണ്ടായിരുന്നു. ഇങ്ങ തന്നെ പൊന്നിനെ. എന്നെ കാണാത്തോണ്ട് കരഞ്ഞതാ. ഓ മുത്തേ, ആന്റി ഇവിടെ ഉണ്ടടാ. കരയണ്ടാട്ടോ. ചുചുചുചു കരയില്ലേ? ആ, ദേ ആന്റിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഓ കരയില്ലേ വാവേ, കരയില്ലേട്ടോ. ഈ കുഞ്ഞിനിങ്ങത്താ വെറുതെ കരയിക്കാതെ. ഓ ഓ, എന്തിനാണ് കരയുന്നത്? അറിയില്ല അർജുനേട്ടാ. വാവേ, മുത്തശ്ശിയുടെ ചക്കരയല്ലേ, കരയില്ലടാ. വിത്തുഗുണം കാണിക്കാതിരിക്കില്ലല്ലോ അസത്ത്. ഓ വാവേ, കരയില്ലേ, കരയില്ലേടാ, കരയില്ലേ മുത്തേ, കരയില്ലേട്ടാ. ഓ ഭാമേ, ഞാനൊന്ന് നോക്കട്ടെ. രാഘവേട്ട സൂക്ഷിച്ച്. എന്തിനാ? ഭാവയല്ലേ, കരയല്ലേ മോളെ? ചക്കര മുത്ത് കരയില്ലടാ. കരയല്ലേ മോളെ? എന്തുള്ളൂ ഭാമേ? ഇവളെന്താ കരയണേ? അമ്മ എനിക്കൊന്നെ. അമ്മാവന്റെ കുട്ടി എവിടെ? കരയല്ലേ കരയല്ലേ, അമ്മാവന്റെ കുഞ്ഞു മോളല്ലേ. കരയല്ലേ കരയല്ലേ. ഓ ഓ ഓ ഓ കരയില്ലേ? എല്ലാരും നോക്കണണ്ട. കരയില്ല മോളൂ. അല്ല, കരച്ചിലും നിർത്തണില്ല. അല്ല വിഷ്ണുട്ടാ, ഓ കുഞ്ഞിനിങ്ങ തന്നെ. ഓ ഓ ഓ ഓ ഓ ഓ ചക്കരയല്ലേ. ഇതെന്താ ഇങ്ങനെ കരയണേ? പേടിച്ചു പോയോ? എന്തടാ സാരമില്ല സാരമില്ല. ദേ ആന്റി ഇല്ലേ, ദേ അങ്കിളുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്.
അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഉണ്ടല്ലോ എന്റെ പൊന്നിന്. ഓ, 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 ആ, ആ. രാഘവേട്ട ദേ അവള് കരച്ചില് നിർത്തി. അല്ല ഭാമേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് വിശ്വാസമുള്ളവരെ ഒരു സ്പർശനം കൊണ്ട് പോലും അവർ തിരിച്ചറിയും. പേടിച്ചു കരയുമ്പോ അവരുടെ സ്വരം കേട്ടാ പോലും കരച്ചിൽ നിർത്തിയെന്ന് വരാം. ഓ, കുഞ്ഞിനെ നല്ല തൊട്ടിലാണോ പ്രീതി കിടത്തിയെ? ഉറങ്ങിക്കഴിഞ്ഞപ്പോ തൊട്ടിൽ കിടത്തി. അതാ എന്റെ പൊന്നുമോള് പേടിച്ചത്. ഇത്രയും നേരം ഓരോരുത്തരുടെ കൈകളിലായിരുന്നല്ലോ. ഇടയ്ക്ക് ഉണർന്നപ്പോ അവള് പേടിച്ചു. ആരും കാണാതായപ്പോ അല്ലേ? ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ചൂടിനേക്കാൾ കൂടുതൽ വിശ്വാസം നൽകുന്ന ഒന്നുമില്ല. അല്ല മോളെ, കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ? ഇനി എന്റെ മുത്തിന് പള്ളി നീരാട്ട. അച്ചടാ. മിന്ന മിന്നീരാരാരോ കണ്ണിൽ മിന്നി ആരാരോ നിന്നോടൊപ്പം എന്നെന്നും അക്കം പക്കം കൂടല്ലോ ഉയരെ ഓരം വിളിമാമനുണ്ടേ കളിയും ഞാലാടാൻ കൂട്ടിനുണ്ടേ മിന്ന മിന്നീരാരാരോ കണ്ണിൽ മിന്നി ആരാരോ നിന്നോടൊപ്പം എന്നെന്നും അക്കം പക്കം കൂടാലോ ഓ, കൊച്ചുങ്ങളെ കാണാത്ത പോലെയാണല്ലോ എല്ലാവരും. തുമ്പിക്കുഞ്ഞല്ലേ കൊഞ്ചും പ്രാവല്ലേ നെഞ്ചോടു ഞാൻ ചേർക്കുകില്ലേ കണ്ണെത്താദൂരെ പാറിപ്പോകുമ്പോൾ പിന്നാലെ നീ പോരുകില്ലേ കുന്നിന്മേലെ കുന്നിക്കുരു പെറുക്കാം ഓമൽ കയ്യാൽ കളിവിടൊന്നുണ്ടാക്കാം പ്രിയമോടെ അങ്ങനെ കുഞ്ഞു വാവയുടെ കുളി കഴിഞ്ഞു അല്ലേ? പിരിയാതെ എന്നും കൂടെയുണ്ടേ മിന്ന മിന്നീരാരാരോ കണ്ണിൽ മിന്നി ആരാരോ തരാരാരാരാരാ തരാരാരാരാ തരാരാരാരാരാ. അവള് ചിരിക്ക. വരുന്നുണ്ടോടാ? ഒക്കെ വന്നു. ഇങ്ങ താശാലിനി അമ്മ വന്നു, അമ്മ വന്നു. പോവാണോ? ബൈ ബൈ ബൈ. അല്ലമ്മ, അപ്പം നാളെ തന്നെയല്ലേ നൂല് കെട്ട്? ആ, വ്യാഴാഴ്ചയാൽ വിശേഷമെന്നല്ലേ തിരുമേനി പറഞ്ഞത്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളവരെ ക്ഷണിച്ചു കൊടുക്കണ്ടേ? വസുമതിയോട് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ അർജുൻ? പറഞ്ഞിട്ടില്ല സത്യമേ. പറയേണ്ടത് ഒരു സാമാന്യ മര്യാദയായിരുന്നു. അതെ അതെ.
നൂലുകെട്ടിനെങ്കിലും ക്ഷണിക്കണം. എന്തിനാ സത്യാമ്മ നമ്മൾ വെറുതെ മാനക്കേട് വില കൊടുത്ത് വാങ്ങുന്നത്? അവിടെ ചെന്നാ മുഖത്താട്ടി വിടുകയുള്ളൂ അമ്മ. അവർക്കിപ്പോഴും തെക്കങ്കൂർ കോവിലുവുമായുള്ള ബന്ധത്തോടാ കമ്പം. ആ ഗുണ്ടാ സ്ത്രീ ഹേമലതയെ ഭയവും. ഹേമലതയെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വസുമതി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി ക്ഷണിക്കാം. എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. സത്യമേ, അത് വേണ്ട. വസുമതി ആന്റി വിവരം അറിയാഞ്ഞിട്ടൊന്നുമല്ല. പ്രീതിക്ക് കുഞ്ഞു പറഞ്ഞ കാര്യം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ അമ്മ വസുമതി ആന്റിയോട് പറഞ്ഞിരുന്നു. പക്ഷെ മുഖത്തടിച്ച പോലുള്ള മറുപടിയായിരുന്നു വസുമതി ആന്റിയുടേത്. ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ ശാലിനി പറഞ്ഞു സുസ്മിതേ.